നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മോക്ഷ, ഫ്രീഡം ഫ്രം ഡെത്ത് ആൻഡ് ബർത്ത്, സാൽവേഷൻ. ഒരു വിശ്വാസിയായ അമ്മയുടെയും അച്ഛൻ്റെയും അപ്പൻ്റെയും അമ്മയുടെയും നിരന്തരം പള്ളിയിൽ പോയിരുന്ന എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിനോട് നന്ദി പറയുന്ന, തൻ്റെ ജന്മത്തിനും തൻ്റെ കുടുംബങ്ങൾക്കും ഐശ്വര്യം വരാൻ ദൈവത്തിനോട് മുട്ടിപ്പായിൽ പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസിയായ കുടുംബത്തിൽ നിന്നുള്ള മകളുടെ മുറിയിൽ കണ്ട ചുമരെഴുത്താണ് ഇത്. മോക്ഷ, ഫ്രീഡം ഫ്രം ഡെത്ത് ആൻഡ് ബർത്ത്, സാൽവേഷൻ. ഈ എഴുത്ത് എന്ന് പറയുന്നത് സ്വന്തം അപ്പനും അമ്മയും ചേർത്ത് കഴുത്തു ധരിച്ചു കൊന്ന ഏഞ്ചൽ എന്ന 28 വയസ്സുകാരിയുടെ മുറിയിൽ നിന്നും കണ്ടെത്തിയതാണ്. സ്വന്തം ഇഷ്ടപ്രകാരം കന്യാസ്ത്രീയാകാനായി പോകുന്നു, തിരുവസ്ത്രം ധരിക്കുന്നു, പഠിക്കുന്നു, പഠനം പൂർത്തിയാക്കുന്നു. എന്നാൽ പിന്നീട് തിരുവസ്ത്രം വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിയുകയും ഒക്കെ ചെയ്യുന്നു. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അന്ന് ആ വീട്ടിൽ നടന്നത് ബൈബിൾ വലിച്ചെറിഞ്ഞതിന് പിന്നാലെയാണ് ഗതികെട്ടാണ് ജോസ്മോൻ എന്ന ഇവരുടെ അച്ഛൻ ഇവരെ കൊല്ലാനായി ശ്രമിച്ചത് എന്നുള്ളതാണ്. മാത്രമല്ല, ജോസ്മോനെയും കൊല്ലാൻ ശ്രമിച്ചിരുന്നു എന്ന വിവരവും വരുന്നുണ്ട്. സാധാരണ വിശ്വാസത്തിലല്ല ഈ യുവതി വിശ്വസിച്ചിരുന്നത് എന്നുള്ളതാണ്. ബ്ലാക്ക് മാജിക് അടക്കമുള്ള രഹസ്യമായുള്ള ഇത്തരം വിശ്വാസങ്ങളിൽ ഏർപ്പെട്ടിരുന്നുവോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ചില സൂചനകളും ചില തെളിവുകളും അതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ കോൾ ലിസ്റ്റ് അടക്കമുള്ളവ പരിശോധിച്ചപ്പോൾ മറ്റാരെക്കുറിച്ചും പോലീസ് ഒരു വിവരവും പുറത്തുവിടാത്തത് എന്നതും ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. സാമ്പത്തികപരമായി അത്യാവശ്യം ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് കഴിയാൻ പറ്റുന്ന ഒരു കുടുംബമായിരുന്നു. ആ കുടുംബത്തിൽ പെട്ടെന്നാണ് 28 വയസ്സുകാരുടെ സ്വഭാവം ആകെ മാറി മറിയുന്നത്. പള്ളിയിലും പള്ളിക്കാര്യങ്ങളിലും ഒന്നും യാതൊരുവിധ വിശ്വാസവുമില്ല. അച്ഛനും അമ്മയും പള്ളിയിൽ പോകുന്നതിനോടും താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. ഒരു പക്ഷേ ഇന്ന് ഈ പെൺകുട്ടി മരിച്ചില്ലായിരുന്നുവെങ്കിൽ ആ കുടുംബത്തിൽ 2 മരണങ്ങൾ സംഭവിക്കുമായിരുന്നു. അത് ഈ പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മയും തന്നെ ആയിരിക്കുമായിരുന്നു. നമുക്കറിയാം, കേരളത്തിൽ പലതരത്തിലുള്ള ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചെന്നെത്തി നിൽക്കുന്നത് ഒന്നെങ്കിൽ അപ്പന്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ അല്ലെങ്കിൽ സഹോദരന്റെയോ സഹോദരിയോ അല്ലെങ്കിൽ സ്വയം ആത്മഹത്യയോ, ഇവ ഏതെങ്കിലും ഒരു കടും കയ്യിൽ തന്നെ ആയിരിക്കാം. അതായത് സ്വയം ഇല്ലാതെയാക്കുക, സമാധാനത്തിന് വേണ്ടി, ഫ്രീഡത്തിന് വേണ്ടി സ്വയം ഇല്ലാതാക്കുക, അങ്ങനെയുള്ള തരത്തിലുള്ള വിശ്വാസം അർപ്പിക്കുകയും അതിലേക്ക് വിശ്വാസത്തിലേക്ക് വരാത്തവരെ ഇല്ലായ്മ ചെയ്യുകയും അല്ലെങ്കിൽ തങ്ങളുടെ പ്രവർത്തനത്തെ ഇല്ലാതെയാക്കാൻ അല്ലെങ്കിൽ അതിനെ ഉപദേശിക്കുകയോ അല്ലെങ്കിൽ അതിനെതിരെ നിൽക്കുന്നവരെ ഇല്ലാതാക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു പറ്റം ആളുകൾ ഇപ്പോൾ ഇതിന് പിന്നാലെ പായുന്നുണ്ട് എന്ന് നമുക്കറിയാം. നമ്മുടെ സമൂഹത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ തന്നെ ബ്ലാക്ക് മാജിക് വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടതുമാണ്, അറിഞ്ഞതുമാണ്. തിരുവനന്തപുരത്ത് അടക്കം നിരവധി ഇടങ്ങളിൽ സ്വന്തം അച്ഛനെ 23 വയസ്സുകാരനായ മകൻ കൊന്നത് ബ്ലാക്ക് മാജിക്കിന് അടിമയായതിന് പിന്നാലെയാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ 4-5 പേരെ ഒരുമിച്ച് കൊന്നത് ബ്ലാക്ക് മാജിക്കിന് അടിമയായതിന് പിന്നാലെയാണ് എന്നുള്ളതാണ്. ഇവിടെ 28 വയസ്സുകാരി അത്തരത്തിലുള്ള രീതിയിൽ പ്രവർത്തിച്ചിരുന്നോ എന്ന സംശയം തന്നെയാണ് വരുന്നത്. ഒരു പക്ഷേ ആ അച്ഛനും അമ്മയ്ക്ക് എല്ലാം അറിഞ്ഞിരിക്കണം. പക്ഷെ അപ്പോഴും ഈ പറയുന്ന പോലെ തന്നെ ഈ ചുമരിലെ എഴുത്തുകളും അതുപോലെ തന്നെ പുസ്തകത്തിലെ ചില എഴുത്തുകളും ഒക്കെ തന്നെ വിരൽ ചൂണ്ടുന്നത് ഇത്തരം ബ്ലാക്ക് മാജിക്കിലേക്ക് തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ജോസ്മോൻ തൻ്റെ സ്വന്തം മകളെ കഴുത്ത് നെരിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇപ്പോഴും ചില സംശയങ്ങളുണ്ട്. ഒരു തരി കണ്ണീര് പോലും അദ്ദേഹം വീഴ്ത്തിയിരുന്നില്ല എന്നുള്ളതാണ്. ഈ മകളുടെ മൃതശരീരം വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ അച്ഛനും അമ്മയ്ക്കും കാണേണ്ടതില്ല എന്ന് പറഞ്ഞിരുന്നു. ആ വീട്ടിൽ വലിയൊരു ജനസാഗരം തന്നെയാണ് വന്നിരുന്നത്. എന്ത് ചെയ്യണം എന്നറിയില്ല. അച്ഛൻ്റെ ഭാഗത്ത് നിൽക്കണോ മകളുടെ ഭാഗത്ത് നിൽക്കണോ എന്നറിയില്ല. പക്ഷേ അതിൽ പലരും അച്ഛൻ്റെ ഭാഗം തന്നെയാണ് നിൽക്കുന്നത്. കാരണം അച്ഛൻ എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു വാർത്തയൊക്കെ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? നമ്മളുടെ കുട്ടികൾ നമ്മുടെ വിശ്വാസത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ നിലയിൽ നിന്ന് നമ്മൾ കണ്ടുവരുന്ന, നമ്മൾ പഠിച്ചു വളർന്ന നിലയിൽ നല്ലാതെ വ്യത്യസ്തമായി വ്യതിചലിച്ച മറ്റേതെങ്കിലും വഴിയിലൂടെ പോവുകയാണെങ്കിൽ കൃത്യമായി മനസ്സിലാക്കുക. ആദ്യമേ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആദ്യമേ തന്നെ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക. ഒരുപക്ഷെ ആദ്യമേ കണ്ടില്ല എന്ന് നടിക്കുകയാണെങ്കിൽ അതിന് ആൺകുട്ടിയായാലും ശരി പെൺകുട്ടിയായാലും ശരി കുടുംബത്തിന് ദോഷകരമായ രീതിയിൽ ഒരു പക്ഷേ വളർന്നു വരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, കുടുംബത്തിലെ കുടുംബനാഥനെയോ അമ്മയെയോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാരെയെങ്കിലെയോ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ സ്വയം ആത്മഹത്യക്ക് പോലും തയ്യാറാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് പെണ്ണെന്നില്ല ആണെന്നില്ല. നമ്മുടെ സമൂഹം അത്രയ്ക്കും മോശം അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.
നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ക്രിമിനൽ അല്ലാത്തവരാണ് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ ചെയ്യുന്ന രീതി. അതായത് സ്വന്തം ചോരയെ തന്നെ അച്ഛൻ അമ്മയെ കൊല്ലുന്നു, അമ്മ അച്ഛനെ കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു. അങ്ങനെ സ്വന്തം ചോരയിലുള്ളവരെ തന്നെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ തന്നെ മുൻപൊന്നും തന്നെ കൊലപാതകം നടത്തിയിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകൾ തന്നെ കൊലപാതകം നടത്തുന്നു. എന്തിന് എന്ന് ചോദിക്കുമ്പോൾ അവിടെ എത്തുന്നത് ഒരു പക്ഷേ എത്തി നിൽക്കുന്നത് ഒന്നുകിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടോ, അല്ലെങ്കിൽ മകൻ്റെ ലഹരി ഉപയോഗമോ, അല്ലെങ്കിൽ മകളുടെ ലഹരി ഉപയോഗമോ, മകളുടെ വഴിവിട്ടുള്ള ബന്ധമോ, അല്ലെങ്കിൽ അത് ഒരിക്കൽ പോലും കാണാത്ത രീതിയിൽ മകളെ കാണുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന രീതിയിലേക്കായിരിക്കാം. മാത്രമല്ല ചോര കുഞ്ഞിനെ പോലും കഴുത്ത് നെരിച്ച് കൊല്ലാൻ പോലും ധൈര്യം കാണിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ ഈ സമൂഹം എങ്ങോട്ടാണ് പോകുന്നതെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നമുക്ക് തരാനില്ല. നമുക്ക് പറ്റുന്ന കാര്യം നമ്മുടെ കുട്ടികളെ, നമുക്ക് സമൂഹത്തെ നന്നാക്കാൻ പറ്റുമോ, എല്ലാ വീടുകളെ നന്നാക്കാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ തന്നെ ശ്രദ്ധിച്ച് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങോട്ട് പോകുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ ആരോട് സംസാരിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താണ് പഠിക്കുന്നത്, എന്താണ് കാണുന്നത്, മൊബൈൽ ഫോണിൽ എന്താണ് ഉപയോഗിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ബ്ലാക്ക് വെബിലും അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക്കിലും ഒക്കെ തന്നെ അവർ അടിമയായി പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്.